ഇനി മറ്റൊരു കാര്യം കൂടി പറയാൻ എനിക്ക് സൗകര്യം തരണം. കാരണം അരമണിക്കൂറായി മറ്റുള്ളവർ പറയുന്നതിന് എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ 4 തരം റോഡുകളാണുള്ളത്. 4 തരം റോഡുകളും ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വഴി ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ റോഡ് ODR അതർ ഡിസ്ട്രിക്ട് റോഡ്, രണ്ടാമത്തെ റോഡ് മേജർ ഡിസ്ട്രിക്ട് റോഡ്, മൂന്നാമത്തെ റോഡ് സ്റ്റേറ്റ് ഹൈവേ, നാലാമത്തെ റോഡ് നാഷണൽ ഹൈവേ. ഈ സ്റ്റേറ്റ് ഹൈവേ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി ക്ലാസിഫൈ ചെയ്തിട്ടാണ് സ്റ്റേറ്റ് ഹൈവേ ആയി മാറുന്നത്. അതേപോലെ നാഷണൽ ഹൈവേ ആയി മാറുന്നത് നാഷണൽ ഹൈവേ മിനിസ്ട്രി ഓഫ് സർഫേസ് ട്രാൻസ്പോർട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു നോട്ടിഫിക്കേഷൻ വഴിയാണ്. അങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ വഴി നാഷണൽ ഹൈവേ ആയി മാറിയ ഒരു റോഡിനെ അത് നാഷണൽ ഹൈവേ അല്ലാതെ ആക്കാനുള്ള അധികാരവും അതേ കേന്ദ്ര സർക്കാരിനുണ്ട്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? നാഷണൽ ഹൈവേ 17ന്റെ കാര്യത്തിൽ നാഷണൽ ഹൈവേ ആക്കിക്കൊണ്ടുള്ള ഉത്തരവ് 2005 പുറപ്പെടുവിക്കുന്നു. 2014 മാർച്ചിൽ ആ റോഡിൻ്റെ ഏതാനും ദൈർഘ്യം ഉള്ള ഭാഗങ്ങൾ മാത്രം നാഷണൽ ഹൈവേ അല്ലാതെയായി ഒമിറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നു. 2014 മാർച്ചിലും ഓഗസ്റ്റിലും പുറപ്പെടുവിച്ച ഉത്തരവിന് ശേഷം 2017 ജൂൺ മാസം വരെ അത് തിരുത്തിക്കൊണ്ടുള്ള ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ അത് ഹാജരാക്കട്ടെ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ദേശീയപാതയല്ല, അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞ നിബന്ധനയിൽ ഇത് ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ ബാറുകളിൽ നിന്ന് ലൈസൻസ് ഫീസ് വാങ്ങിയിട്ടുണ്ട്, റിന്യൂ ചെയ്ത് തന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. താൽക്കാലികമായി പ്രവർത്തിക്കാൻ അനുവദിക്കണം. അതിനുശേഷം വിശദമായ വാദം കേട്ട് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കണം. ഇത് പറഞ്ഞാണ് കോടതിയെ സമീപിച്ചത്. ഞങ്ങളാരും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ ഏതെങ്കിലും വ്യാജരേഖകൾ കൊടുത്തോ തെറ്റിദ്ധരിപ്പിച്ചോ ഒരു വിധി സമ്പാദിക്കാൻ കഴിയുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല, സ്വപ്നം കാണുന്നില്ല, അത് സാധ്യവുമല്ല. അപ്പോൾ കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. ഒരു 15 ദിവസം ഇത് പ്രവർത്തിച്ചു. ഇനി വിശദമായി വാദം കേൾക്കാൻ പോകുന്നു. ഈ 15 ദിവസത്തെ പ്രവർത്തനം കൊണ്ട് ഈ സംസ്ഥാനത്തിനോ ഈ സംസ്ഥാന ജനതക്കോ സമ്പദ്ഘടനയ്ക്കോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ഭരണകൂടത്തിനോ ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. ഇത് തെറ്റെന്ന് കണ്ടാൽ കോടതി അത് തിരുത്തുന്നതായിരിക്കും. കോടതി തിരുത്തിയാൽ ഞങ്ങൾ പൂട്ടാൻ നിർബന്ധിതരാണ്, ബാധ്യസ്ഥരാണ്. ഞങ്ങളുടെ മുൻപിൽ മറ്റു മാർഗങ്ങളില്ല. ഞങ്ങളുടെ വക്കീലുമാര് ഞങ്ങൾക്ക് കിട്ടിയ രേഖകൾ വീണ്ടും ശക്തമായി ഉന്നയിക്കും. അത് പ്രതിരോധിക്കാൻ സർക്കാർ, നാഷണൽ ഹൈവേ അതോറിറ്റി, എക്സൈസ് എല്ലാവരും സജ്ജരായി തയ്യാറായിക്കോട്ടെ. ഞങ്ങളുടെ വാദം ശരിയെങ്കിൽ കോടതി അനുവദിച്ചു തരും. അവരുടെ വാദം ശരിയെങ്കിൽ കോടതി ഞങ്ങളോട് പൂട്ടാൻ പറയും. ഞങ്ങൾ പൂട്ടി വീട്ടിൽ പോവും. ഇത്രയേ ഉള്ളൂ. ഈ കാര്യത്തെ ഒരുപാട് ദുരൂഹതയുടെ വാക്കുകൾ, അസ്വാഭാവികതയുടെ വാക്കുകളൊന്നും ഉന്നയിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം ഞങ്ങൾക്ക് ഇതിൽ ദുരൂഹമായി ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് 2 കാര്യങ്ങളിൽ കൂടി ശരി. ഇനി എനിക്ക് 2 കാര്യങ്ങളിൽ ചുരുക്കം വാക്കുകളിൽ മറുപടി പറയണം. താങ്കൾക്ക് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവസരം കിട്ടിയല്ലോ. ഒന്ന്, വകുപ്പ് മന്ത്രി പറയുന്നു ഇത് ദേശീയപാതയാണെന്ന്. അതിനോടുള്ള മറുപടി. വകുപ്പ് മന്ത്രി ഏത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയപാതയാണെന്ന് പറയുന്നത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ കയ്യിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ദേശീയപാതയുടെ ഏതാനും ഭാഗങ്ങൾ ദേശീയപാതയല്ല. ശരി. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ ദേശീയപാത അതിൻ്റെ ചുമതല കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന്. ഇനി അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനുവേണ്ടിയാണ് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയെ ഏൽപ്പിക്കുന്നത്. അതൊരു നോട്ടിഫിക്കേഷനിലൂടെ അവരെ ആ ചുമതല ഏൽപ്പിക്കും. നാം സ്ഥലമെടുത്ത് കൊടുക്കണം. അതിന് നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ, നിശ്ചയിച്ച സമയവും കഴിഞ്ഞുവെങ്കിൽ പിന്നെ സ്വാഭാവികമായും ആ കരാർ അസാധുവാകുകയാണ്. ഒരു നോട്ടിഫിക്കേഷനിലൂടെ അതോറിറ്റി ഏറ്റെടുത്തതായതുകൊണ്ട് ഡീനോട്ടിഫൈ ചെയ്തുകൊണ്ട് അവർ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പരിപാലന കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നു. ശ്രീ രാധാകൃഷ്ണൻ, ഇത് നാഷണൽ ഹൈവേയേ ആകാതെ പോകണമെങ്കിൽ വേണ്ടത് 1956 ദേശീയപാതാ നിയമത്തിലെ 2ാം വകുപ്പ് അനുസരിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം, അതോറിറ്റിയല്ല മന്ത്രാലയം, അത് ഡീനോട്ടിഫൈ ചെയ്യണം. അങ്ങനെ ഉണ്ടായിട്ടില്ല. താങ്കൾ ഈ ചൂണ്ടിക്കാട്ടുന്ന 2005 ആയാലും 2014 ആയാലും ഒക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഇത് കൊടുക്കലും തിരിച്ചെടുക്കലുമായി ബന്ധപ്പെട്ട വിജ്ഞാപനങ്ങളാണ്. നാഷണൽ ഹൈവേ
ഇല്ലാതാകുന്നു എന്ന കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ ഉത്തരവല്ല. ഇത് ഈ കേന്ദ്ര ഉപരിതല മന്ത്രാലയത്തിന്റെ കീഴിൽ അവരുടെ പ്രസക്തമായ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഒമിറ്റ് ചെയ്തുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ ഒമിറ്റ് ചെയ്ത ഉത്തരവിൽ എവിടെയും ഈ സ്ട്രെച്ചുകൾ ഇനി ദേശീയപാതയായി തുടരുമെന്ന് പറഞ്ഞിട്ടില്ല. ദേശീയപാതയുടെ ഈ സ്ട്രെച്ച് ഒഴികെ ചെറിയ സംശയം പറയാം, ചെറിയ സംശയം പറയാം. ഇതാദ്യമല്ല ഇങ്ങനെ ചില സ്ട്രെച്ചുകളെ ഒരു വാചകം കൂടി പറയാൻ അനുവദിക്കുക പ്ലീസ്. ഒരു വാചകം ക്ലാരിഫൈ ചെയ്യാം, ഒറ്റ വാചകം. അതായത് സ്റ്റേറ്റ് ഹൈവേ സംസ്ഥാന പാതയുടെ മെയിൻ്റനൻസ് നടത്തുന്നത് കരാറുകാരാണ്, കരാറുമായി ബന്ധപ്പെട്ട ആളുകളാണ്. കരാറുകാർ പുറപ്പെടുവിക്കുന്ന ഒരു നോട്ടിഫിക്കേഷന് നിയമസാധുതയുണ്ടോ? മെയിൻ്റനൻസ് ചെയ്യുന്ന വിഭാഗത്തിന് ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് ദേശീയപാതയാക്കാനോ സംസ്ഥാന പാതയാക്കാനോ അല്ലാതാക്കാനോ കഴിയുമോ? നിശ്ചയമായും കഴിയുമല്ലോ. അങ്ങനെയാണല്ലോ അതിന്റെ സംവിധാനം. അതുകൊണ്ടാണല്ലോ അവരൊരു പ്രത്യേക ഓഫീസ് തുറക്കുന്നത്. കരാറുകാർക്ക് കഴിയുമോ? ഒരു നിമിഷം. കരാറുകാർക്ക് കഴിയുമോ? അല്ല, ഈ മെയിൻ്റനൻസ് നടത്തുന്നവർക്ക് ദേശീയപാത നിയമപ്രകാരം ഈ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ ചുമതലപ്പെട്ട അതോറിറ്റിക്ക് ആ പ്രവൃത്തികൾ കൊടുക്കുന്നതാണ് ഒരു നോട്ടിഫിക്കേഷനിലൂടെ. അതിനുശേഷം അത് പിൻവലിക്കുന്നതും നോട്ടിഫിക്കേഷനിലൂടെയാണ്. ആരോ പ്രവൃത്തി ചെയ്യട്ടെ. അല്ലല്ല, ഒരു നിമിഷം സാർ, ഒരു നിമിഷം. ഞാൻ ഒറ്റ കാര്യം പറയാം. ഒരു നിമിഷം ഒന്ന് വഴങ്ങൂ. ഇപ്പോ അങ്ങ് പറയുന്ന രൂപത്തിലായിരുന്നുവെങ്കിൽ 2005 ഇതെല്ലാം ഈ പറയുന്ന പ്രവൃത്തികളെല്ലാം അങ്ങനെ തന്നെ പോകുന്നു നോട്ടിഫിക്കേഷനിലൂടെ. 2010 ഒരു പുനർവിജ്ഞാപനം വരുന്നു, ചിലതെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട്. ഇനി അതിനിടയിൽ പിന്നെയും ഒരു വിജ്ഞാപനം വരുന്നു, ചിലതെല്ലാം തിരികെ നൽകിക്കൊണ്ട്. ഇങ്ങനെ എടുക്കുകയും തിരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ്? ഇത് എടുക്കുമ്പോൾ ഉടനെ പെട്ടെന്ന് ദേശീയപാത അല്ലാതാകും, കൊടുക്കുമ്പോൾ ഉടനെ ദേശീയപാതയാകും. അങ്ങനെയല്ല, ദേശീയപാത തന്നെയാണ്. അതിൻ്റെ പ്രവൃത്തിയുടെ കാര്യത്തിൽ ഇടയ്ക്ക് അത് നടക്കാതെ വരുമ്പോൾ അതിൽ നിന്ന് ഏൽപ്പിച്ച അതോറിറ്റി പിന്മാറുന്നു. നടക്കുന്ന ഘട്ടം വരുമ്പോൾ ആ ഏൽപ്പിച്ച അതോറിറ്റി ആ ചുമതല ഏറ്റെടുക്കുന്നു. ഇനി നടക്കാതെ അതോറിറ്റി പിന്മാറുന്ന ഘട്ടത്തിൽ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാനം തന്നെ ഈ ദേശീയപാതയുടെ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. എന്താ വേണോ? ഇവരെന്താ നാരായണത്ത് ഭ്രാന്തന്മാരോ? ഇടയ്ക്കിടയ്ക്ക് എടുക്കാനും കൊടുക്കാനും. അല്ലല്ല, അങ്ങനെയാണ് സംഭവിക്കുന്നത്. ദേശീയപാത കൊടുക്കുമ്പോൾ അല്ലാതെ അല്ലല്ല, അത് താങ്കളുടെ വാദമാണ്. എടുക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ദേശീയപാത ആയിരിക്കെ തന്നെയാണ്. ദേശീയപാത ആയിരിക്കെ തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത്. എടുക്കുന്നത് അംഗീകരിക്കുമെങ്കിൽ കൊടുക്കുന്നതിനെ അംഗീകരിക്കണം. എടുക്കുന്നത് നിയമവിധേയമാണെങ്കിൽ കൊടുക്കുന്നതും നിയമവിധേയം. രണ്ട് നിയമമില്ല. പ്രവൃത്തിയുടെ കാര്യമാണ്. ഒരു നിമിഷം പ്രവൃത്തിയുടെ കാര്യമാണോ? അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. ശ്രീ ടി എൻ പ്രതാപൻ, ഒരു മിനിറ്റ്. വേണു, നാഷണൽ ഹൈവേ അതോറിറ്റി എടുക്കുന്ന എപ്പോഴാണ്? അത് വീണ്ടും വൈഡനിങ് നടത്തി കൂടുതൽ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എടുക്കുന്നത്. നിലവിൽ നിൽക്കുന്ന നാഷണൽ ഹൈവേ അതിനാവശ്യമായ ഭൂമി എടുത്തു കൊടുക്കുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ് ഉത്തരവാദിത്തം. സംസ്ഥാന ഗവൺമെൻറ്റുകൾ സമയത്തിന് ഭൂമി എടുത്തു കൊടുത്തില്ലെങ്കിൽ ആ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ ഡെവലപ്മെന്റ് സ്കീമിൽ നിന്ന് മാറ്റി നാഷണൽ ഹൈവേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ഓഫീസ് അടയ്ക്കുന്നു, അവിടെയുള്ള ജീവനക്കാരെയും പിരിച്ചുവിടുന്നു. കാരണം അവർക്കൊക്കെ ഈ പണം കൊടുക്കുകയാണ്, ലക്ഷങ്ങളാണ് കൊടുക്കുന്നത്. വേണു ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനും ഈ മറ്റു നടപടികൾക്കുമായി പ്രത്യേകമായി ഓഫീസ് തുറക്കും, അതിനാളെ വയ്ക്കും. ഈ പ്രക്രിയക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ പ്രക്രിയ പൂർണ്ണമായും സഹകരിക്കാതെയോ അല്ലെങ്കിൽ ജനസമ്മർദ്ദം കൊണ്ടോ കഴിയാതെ വന്നാൽ നിശ്ചിത സമയം കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ ഓഫീസ് മൈൻഡപ്പ് ചെയ്യും, അവരതിൽ നിന്ന് വിഡ്രോ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇറക്കും. എന്നാൽ NHI അത് നിലനിൽക്കും. NHI നിലനിൽക്കുന്നത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ NHന്റെ മെയിൻ്റനൻസ് ഫണ്ട് അതിന് കിട്ടും. മറിച്ച് 4 വരി പാതയോ 6 വരി പാതയോ ആകുന്ന വൈഡനിങ് മാത്രം നടക്കാതെ പോകും. ആ പ്രക്രിയയാണ് ഇവർ ദുർവ്യാഖ്യാനം ചെയ്തത്.
ആ പ്രക്രിയയാണ് ഹൈക്കോടതിയിൽ പോയി പറഞ്ഞത്. ഇത് NH അല്ലാതായി മാറിയെന്ന്. NH അല്ലാതായിട്ടല്ല വേണു മാറിയത്. NH അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സ്കീമിൽ നിന്നും ഒമിറ്റ് ചെയ്യപ്പെട്ടു. ശരി, ഞാൻ ശ്രീ രാധാകൃഷ്ണനിലേക്ക് വരാം. എനിക്ക് വേഗം ഒരു ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം അതിഥികളിലേക്ക് തിരികെ എത്താം.